ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമന്റുകൾ ഇടുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദി. പേഴ്സണൽ റീഡിംഗ് എടുത്ത് ഹീലിംഗ് എടുത്തവർക്കും വളരെ 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 നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും റീഡിംഗ് കൃത്യമായി പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോ നിങ്ങളിലേക്ക് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ എന്നിലൂടെ അറിയാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വീഡിയോ ആണ് എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അല്ലാത്ത പക്ഷം അത് നിങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്തേക്കുക. എപ്പോഴാണോ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ഓക്കെ, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന വീഡിയോയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ നന്നായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാസം കഴിയാനായി. ഇത് ന്യൂ മൂൺ റീഡിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ന്യൂ മൂണിന് ചെയ്യേണ്ട ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോ ടിപ്പ് ഞാൻ പറഞ്ഞു തരുമ്പോൾ എനിക്കും എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണമല്ലോ. സാധിക്കുമെങ്കിൽ നന്നായിട്ട് കമന്റ് ഇടുക. അപ്പോൾ ന്യൂ മൂൺ എനർജി എടുത്ത് നമ്മളിവിടെ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവര് നിങ്ങളുടെ പേഴ്സന്റെ നക്ഷത്രം, പേര് എന്നിവ ഇവിടെ കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആക്ച്വലി ഇന്നാണ് ന്യൂ മൂൺ, അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ന്യൂ മൂൺ. പക്ഷെ അതിന്റെ പിറ്റേ ദിവസത്തേക്ക് കൂടെ അതിന്റെ എനർജി നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് നാളെയും കൂടെ നമ്മളത് ചെയ്യും. നാളെ മീൻസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇന്ന് നല്ലൊരു സ്പ്രെഡ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ന്യൂ മൂൺ എനർജി ആണ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് നല്ല കുറെ അവസരങ്ങൾ തരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ ഇത് മകരം കഴിഞ്ഞ് കുംഭം ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുറെ കൂടെ നല്ല കാലങ്ങൾ വരാൻ പോവുകയാണ്. മകരം കഴിഞ്ഞ് കുംഭം വരുമ്പോൾ നല്ല കാലം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു കാർഡിന്റെ സ്പ്രെഡ് പ്രകാരം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ എവിടേക്ക് പോകണം, ഏത് വഴിക്ക് തിരിയണം എന്നറിയാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഏത് വഴി പോയാലായിരിക്കും ഇനി പണി കിട്ടുക, പണി മീൻസ് ജോലി കിട്ടുക എന്നല്ല, നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ഇനിയും വൈകിട്ടില്ല. ഇപ്പൊ നിൽക്കുന്നിടത്തു നിന്ന് മാറി ചിന്തിക്കാൻ. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായ സാലറി അല്ലെങ്കിൽ കിട്ടുന്ന സാലറി ബെറ്റർ ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഉപകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് പൈസ കിട്ടുന്നുണ്ട്, അത് ചെലവായി പോകുന്നത് ഏത് വഴിക്കാണ് എന്ന് പറയാൻ പറ്റില്ല. സേവിങ്സ് ഉണ്ടാവുന്നില്ല. എല്ലാം കൊടുത്തു തീർക്കാൻ ഉള്ളത് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. പൈസ കിട്ടുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞ് അതേപോലെ കഴിഞ്ഞ മാസം വാങ്ങിയതിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു തീർക്കുക. അതുപോലെ തന്നെ അങ്ങനെ അനദർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇപ്പൊ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കും യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം. പക്ഷെ എന്താന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനൊരു പരിഹാരമായിട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ദാനധർമാദികൾ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഇവര് ഫിനാൻഷ്യലി കേപ്പബിൾ ആണ്, അതുകൊണ്ടാണ് ഇവര് ദാനമൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ പറയും, അയ്യോ അത് നമുക്ക് കിട്ടാനേ ഉപകാരത്തിലില്ല, പിന്നെ എങ്ങനെയാണ് ദാനം ചെയ്യാൻ എന്ന് പറയാം. പക്ഷെ അത് എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന ഒരു സാധന ക്ലാസ്സിൽ കിട്ടിയ ഒരു നല്ലൊരു സംഭവമുണ്ട്. പക്ഷെ ഞാനതിവിടെ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അത് വേണമെന്നുള്ളവര് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവര് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ
അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു അത് പബ്ലിക്കലി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പേഴ്സണൽ റീഡിങ്ങിന്, കരിയർ റീഡിങ്ങിന് വരുന്ന, റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വരുന്നവർക്കല്ല കേട്ടോ, കരിയർ റീഡിങ്ങിന് വരുന്നവര് ആ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഓക്കെ, അപ്പോ അതങ്ങനെ ആ ഒരു കാര്യം ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലായിരിക്കും, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാൾക്ക് ഒരു നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അതും ഒരു ദാനമാണ്. ഒരു പിടി ചോറാണ് വിശന്ന് വരഞ്ഞു വരുന്നവർക്ക് അവർക്ക് കൊടുക്കാം. ഇനിയിപ്പൊ ആരും നിങ്ങളുടെ വീട്ടിൽ വിശന്ന് വരഞ്ഞ് വരാനില്ലെങ്കിൽ ഒരു പിടി ചോറെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ധാന്യം എടുത്ത് ഒരു പാത്രത്തിലാക്കി കിളികൾക്ക് വെച്ചു കൊടുക്കാം. അണ്ണാന്മാരും കിളികളൊക്കെ വന്ന് തിന്നോട്ടെ, അത് നല്ലൊരു ദാനമാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾ ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യുന്നതോടുകൂടി, ഈ ദാനധർമാദികൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. പക്ഷെ അബണ്ടൻസ് വരുന്ന പക്ഷം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെലവാക്കണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആർഭാടം കാണിക്കരുത്, ദൂർത്തടിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മണി ഫ്ലോ ഉണ്ടാവണം, അതുകൊണ്ട് പിടിച്ചു വെക്കാനും പറ്റില്ല. ഓക്കെ, മണി ഫ്ലോ ഉണ്ടാവണം. കുറെ പേര് സമ്പാദിച്ചത് അവരുടെ ഷെൽഫിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മണി ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം, എങ്കിലും ആ മണി പൈസയുടെ വാല്യൂ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു കറൻസി പേപ്പർ മാത്രമാണ്, അലമാറയിൽ ഇരിക്കുന്ന ഒരു കറൻസി പേപ്പർ. അതിന് ക്രയവിക്രയം നടക്കുമ്പോഴാണ് അതൊരു എന്തായി മാറുക, അതിനൊരു മൂല്യം ഉണ്ടാവുക. ഓക്കെ, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു കാർഡാണ് സൺ കാർഡ്. അപ്പോൾ ഈ അനുഭവിച്ച അവസ്ഥകളെല്ലാം മാറി നിങ്ങളുടെ ലൈഫിലൊരു അടിപൊളി എന്ത് വരുന്നുണ്ട്, ഉദയം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൊരു ഒരു സ്വിച്ച് വേർഡ് ഇതാണ്. ഇതിപ്പോ എല്ലാവർക്കും, ഈ ഒരു റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഉപകാരത്തിൽ വരട്ടെ. ഗോൾഡൻ സൺറൈസ്, നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ഗോൾഡൻ സൺറൈസ്, ഈ ഒരു സംഭവം നിങ്ങൾ നിരന്തരം പറയുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉയർച്ചകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഇതാവും. വെറുതെ പറഞ്ഞാൽ പോരാ, ഇന്റൻഷനലി പറയണം. നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ ഏറ്റവും നല്ല ഉദയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗോൾഡൻ സൺറൈസ്. അപ്പൊ നിങ്ങൾ അതിങ്ങനെ പറയുന്ന സമയത്ത് ഒരു സൂര്യൻ ഇങ്ങനെ ഗോൾഡ് കളറായിട്ട് ഇങ്ങനെ ഉദിച്ച് ആ പ്രകാശം ചുറ്റും പരക്കുന്നതായിട്ട് നിങ്ങളുടെ ലൈഫും ടോട്ടലി ചേഞ്ച് ആവുന്നതായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇമാജിൻ ചെയ്യണം. ഒരു തവണ 2 തവണ പറഞ്ഞാൽ പോരാ, ചുരുങ്ങിയത് ഒരു 333 തവണയെങ്കിലും ഇത് പറയണം. എന്നിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ദിവസം 333 തവണയെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എന്ത് വരുള്ളൂ, അബണ്ടൻസ് വരുള്ളൂ. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത കാർഡ് ഏസ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് തന്നെ പുതിയൊരു തുടക്കം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തോടു കൂടി നിങ്ങൾക്ക് നല്ല കാലം വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്ത് സംഭവിക്കും, പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമല്ലോ, സ്വാഭാവികം. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ദാരിദ്ര്യമായ അവസ്ഥ മാറുകയാണ് എന്നാണ് പറയുന്നത്. അബണ്ടൻസ് നിങ്ങളിലേക്ക് നല്ല രീതിക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇനി ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല. നിങ്ങൾക്ക് ദാനം കൊടുക്കാനുള്ള അത്രയും കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ്. പക്ഷെ കിട്ടുന്ന ഓരോ രൂപയ്ക്കും, നിങ്ങളുടെ അടുത്തെത്തുന്ന ഓരോ രൂപയ്ക്കും നിങ്ങൾ താങ്ക്ഫുൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പും തിരിച്ചു വരും. കാരണം പണം ഉണ്ടെങ്കിൽ പവർ ഉണ്ടാവും. പവർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബന്ധത്തിലും നല്ലത് നിങ്ങൾക്ക് സംഭവിക്കും. അപ്പൊ ഈ ഒരു കാലാവസ്ഥ മാറി നല്ലൊരു കാലാവസ്ഥ വരികയാണ്, നല്ലൊരു ഉദയം വരികയാണ് എന്ന് എന്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. ന്യൂ മൂൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സന്ധ്യാസമയത്ത്, അതായത് അസ്തമനത്തിന് ശേഷം കുറച്ച് കല്ലുപ്പെടുത്ത് കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് നിങ്ങളെ സ്വയം ഒഴിയുക, നിങ്ങളുടെ മക്കളെ ഒഴിയുക, അതേപോലെ ഇനിയിപ്പോ ആരൊക്കെയാണോ വീട്ടിലുള്ളത് അവരുടെയൊക്കെ നെഗറ്റീവ് എനർജി ഒഴിഞ്ഞെടുത്ത് അത്
വാഷ് ബേസിലോ എവിടെയെങ്കിലും കൊണ്ട് കളയുക. നിലത്ത് അവിടെ ഇടരുത്, അത് ആരും ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിൽ അലിച്ച് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് കളഞ്ഞതിന് ശേഷം നല്ലൊരു കർപ്പൂര ദീപം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ കാണിക്കുക. ഇനി നിങ്ങളുടെ ആചാരപ്രകാരം നിങ്ങൾക്ക് എന്താണോ അത് കുന്തിരിക്കം പോക്കലോ അല്ല ഇനിയിപ്പോ വേറെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ പൂർവികർക്ക്, നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഡേ ആണ് ഈ അമാവാസി എന്ന് പറയുന്നത്, അവരോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിന്, എന്റെ കുടുംബത്തെയും സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് വളരെയധികം നന്ദി, വളരെയധികം നന്ദി, വളരെയധികം നന്ദി എന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, സാധിക്കുന്നവര് ഒരു 2-3 ദിവസം, എപ്പോഴും കൊടുത്താൽ അത്രയും നല്ലത്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. കാക്ക എന്ന് പറയുന്നത് പിതൃക്കളാണ്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു നേരം, എപ്പോഴും വേണമെന്ന് പറയില്ല, ഏതെങ്കിലും ഒരു നേരം കാക്കയ്ക്ക് വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല, ഒരു ഇലയിൽ എണ്ണ വെച്ച് കൊടുക്കുക. അത് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഏറ്റവും നല്ല വഴിയാണ്. ഓക്കെ, അപ്പോ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ന്യൂ മൂൺ ബ്ലെസ്സിങ് വേണമെന്നുള്ളവര് പേര് നക്ഷത്രം എഴുതുക. പിന്നെ അതേപോലെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകം നിങ്ങൾ ചോദിക്കണേ. കരിയർ റീഡിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തന്ന ആ സാധനയുടെ കാര്യം ഞാൻ ആ ഒരു സീക്രട്ട് ഞാൻ പറയാം. അതായത് അബണ്ടൻസ് ഉണ്ടാവാൻ കിട്ടിയ ഒരു സംഭവമാണ്. അപ്പൊ അത് വേണമെന്നുള്ളവർ എന്നോട് ചോദിക്കുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറയട്ടെ, ദയവേത് നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എനിക്ക് ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ഒരു പ്രോഗ്രാം, പുതിയൊരു ഐറ്റം സ്റ്റാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ മിക്കവാറും ക്ലാസ്സിലായിരിക്കാൻ സാധ്യതയുണ്ട്. ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം. രാവിലെ ഞാൻ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോ കോൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി ആരും പറയാൻ നിൽക്കരുത് പ്ലീസ്. നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ, ഞാൻ കാണുന്ന പക്ഷം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. എപ്പോഴാണോ ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ കണ്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പരാതിയും വെക്കാൻ നിൽക്കരുത് പ്ലീസ്, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എല്ലാവർക്കും ന്യൂ മൂൺ എനർജി നല്ല രീതിയിലായി മാറട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഈ ഒരു അമാവാസി അല്ലെങ്കിൽ പുതിയ ചന്ദ്രിക നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരുപാട് സമ്പത്ത്, സമൃദ്ധി, ആരോഗ്യം കൊണ്ടുവന്ന് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ. എന്റെ പ്രാർത്ഥന എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്റെ വ്യൂവേഴ്സിന്റെ കൂടെ ഉണ്ട്, എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഉണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.